എൻ്റെ പേര് സിന്ധു. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 10/1/2019 എൻ്റെ ഇപ്പോൾ 15ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ പരിപാവനമായ അൾത്താരയിൽ വീണ്ടും ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിനെ അമ്മ മാതാവിനും തൃക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അതെൻ്റെ മകൾ പറയും. എൻ്റെ പേര് ആരതി. അമ്മയുടെ ഉടമ്പടിയിലെ ആദ്യത്തെ അത് എനിക്ക് ഐസറിൽ ഇൻ്റഗ്രേറ്റഡ് PhDക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ തന്നെ +2 കഴിഞ്ഞ് ഐസറിൽ BSMSന് വേണ്ടിയിട്ടൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പോയി എഴുതി. പക്ഷെ അന്ന് എനിക്കത് കിട്ടിയില്ല. അതിനുശേഷം ഞാനിവിടെ BSc കെമിസ്ട്രിക്ക് മർത്തോമ കോളേജിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു MScയും PhDയും ഐസറിൽ ചെയ്യണമെന്നുള്ളത്. അതും ഐസർ തിരുവനന്തപുരത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് PhDക്ക് സ്റ്റൈഫൻഡോടുകൂടി പഠിക്കാൻ സാധ്യമാകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഐസറിലെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ 2 റൗണ്ട് ഇൻ്റർവ്യൂ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എനിക്കത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനൊന്നും സാധിച്ചില്ല. അപ്പം ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു. എന്നാൽ കൊറോണ ടൈമിൻ്റെ ഒരു സമയത്തായിരുന്നു. സോ അത് കഴിഞ്ഞ് അമ്മ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊട്ടും പ്രതീക്ഷയില്ല. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് തന്നെ ഓർമ്മയില്ല എന്താ പറഞ്ഞതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാം മാതാവ് നോക്കിക്കോളും, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പം സെലക്റ്റഡ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് എൻ്റേതായിരുന്നു. അതിനുശേഷം ഒന്നാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തിട്ട് വീണ്ടും 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ അതിനുശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും ഓൺലൈനായിട്ട് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ആ സമയത്തും ഇൻ്റർവ്യൂ കുറച്ച് ടഫായിരുന്നു. അപ്പോഴും ഞാൻ അമ്മേനോട് പറഞ്ഞു 1ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ പാസ്സായി, 2ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂ എന്തായാലും നല്ല ടഫായിരിക്കും, കാരണം ഇത് ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ്. സോ അപ്പം അമ്മ പറഞ്ഞു എന്തായാലും 1ാമത്തെ റൗണ്ട് ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ലിസ്റ്റിൽ ആദ്യത്തെ പേര് തന്നെ നിൻ്റെ അമ്മ മാതാവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 2ാമത്തെ ഇൻ്റർവ്യൂവിൽ നീ എന്തായാലും ക്വാളിഫൈ ചെയ്യാമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് മെയിൽ വന്നു. ആ സമയത്ത് ഞാൻ സെലക്റ്റഡായി. അങ്ങനെ എനിക്ക് ഐസറിൽ ഇൻ്റഗ്രേറ്റഡ് PhDക്ക് അഡ്മിഷൻ ലഭിച്ചു. പക്ഷെ അവിടെ കൊണ്ടൊന്നും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം നിന്നില്ല. അതിനുശേഷം എനിക്ക് അവിടെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. ആ സമയത്തും ഞാൻ എപ്പോഴും ഈ കൊന്ത ലാബിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ കൊന്ത കയ്യിലുണ്ടാവും. അതേപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഞാൻ പോകാറുള്ളത്. അപ്പം ഞാൻ ഓരോ സമയത്തും എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ക്യാബിനിൽ പോയിട്ടിരുന്ന് ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ എന്തോ ആരും എന്തൊക്കെയോ പറയുന്ന പോലെ എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ പോയി അത് ചെയ്യുമ്പോൾ അതെനിക്ക് വൃത്തിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിലേറ്റവും വലിയൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓർഗാനിക്കിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ളൊരു എക്സാമാണ്. അത് ക്യാമ്പസിൽ തന്നെ നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ആ എക്സാമിൽ അത്യാവശ്യം സമയം വളരെ കുറവാണ്, പക്ഷെ പെട്ടെന്ന് എക്സാം എഴുതി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ സമയത്തിനുള്ളിൽ എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസിന് എനിക്ക് ഉത്തരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഞാനത് ജസ്റ്റ് അറ്റൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നമ്പർ പോലും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ഹോസ്റ്റലിൽ വന്ന് റൂമിൽ ഞാൻ ജസ്റ്റ് ആൻസർ കീ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എഴുതിയേക്കുന്ന ഉത്തരം തന്നെ തെറ്റാണ്. പിന്നെ ചില ഉത്തരങ്ങളൊന്നും ഞാൻ അറ്റൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഇങ്ങനെ മെയിൽ വരും, ആക്ച്വലി നമ്മൾ പോയി ആൻസർ ഷീറ്റ് നോക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ലാബിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയ സമയത്ത് എനിക്കൊരു മെയിൽ വന്നു, ഇതേപോലെ ആൻസർ ഷീറ്റ് വന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും ഫെയിലാവും, പോയിട്ട് കാര്യമില്ല. ആ ഒരു രീതിയിൽ ഞാൻ നിന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ എന്തോ പോയി നോക്ക് ചിലപ്പോൾ നല്ലതാണെങ്കിലോ എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോഴും എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്. ഞാൻ ക്യാബിനിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പം എക്സാം എല്ലാവർക്കും ടഫായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ എഴുതിയ കുട്ടികളിൽ ആകെ 4-5 പേർക്ക് മീഡിയൻ ലെബവ് മാർക്കുള്ളൂ, അതായത് ഏറ്റവും നല്ലൊരു മാർക്ക്. അപ്പം ഞാൻ ക്യാബിനിൽ ചെന്നു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ഫെയിലാവും. ഞാനപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് പോയത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് പാസിൻ്റെ അടുത്തെങ്കിലും എനിക്ക് മാർക്ക് ലഭിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ പോയി. ഞാൻ നോക്കിയ സമയത്ത് ആ 4 പേരിൽ ഒരാൾ ഞാനായിരുന്നു. പക്ഷെ അതെനിക്ക് ഏറ്റവും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എന്നിട്ട് ഞാൻ ആ ആൻസർ ഷീറ്റ് എടുത്ത് നോക്കി.
ആൻസർ ഷീറ്റ് എടുത്ത് നോക്കിയ സമയത്ത്, ആദ്യം ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എഴുതിയ ആൻസർ വരെ തെറ്റായിരുന്നു ആൻസർ കീ ആയിട്ട് മാച്ച് ചെയ്തപ്പം. പക്ഷേ പിന്നീട് ഞാനത് റിസൾട്ട് നോക്കാൻ പോയ സമയത്ത് ആൻസർ കീ എടുത്ത് നോക്കിയ സമയത്ത് എനിക്കറിയില്ല ആ ആൻസർ എങ്ങനെ അവിടെ വന്ന്. ഞാൻ അറ്റൻഡ് ചെയ്യാത്ത പല ക്വസ്റ്റ്യനും അതിൽ വന്ന്. എനിക്കത് അറിയില്ല അതെന്താണെന്ന്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് അമ്മ മാതാവ് എനിക്ക് നൽകിയത്. ഇത്രയും അനുഗ്രഹം, അതുപോലെ തന്നെ ഐസറിൽ എന്നെ എത്തിച്ച മാതാവിന് 1000 നന്ദി. ഇനിയും എൻ്റെ ജീവിതം ഞാൻ മാതാവിൽ മാത്രം സമർപ്പിച്ച്, എനിക്കിപ്പം വേറെ എങ്ങും പോയി പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇത്രയും അനുഗ്രഹം എനിക്ക് സമ്മാനിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. അടുത്തത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് അതികഠിനമായ വയറുവേദനയും ബ്ലീഡിങ്ങുമായി ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലീഡിങ് നിൽക്കാതെ വന്നപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ്സും യൂട്രസിനകത്ത് ഭയങ്കര മുഴയുമാണ്. അപ്പോൾ അവർക്ക് എന്തോ സംശയം തോന്നി, എന്നോട് പറഞ്ഞു അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചു. ഒരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുകയാണ്, നീ കൃപാസനത്തിൽ പോകും. അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്നേരം എൻ്റെ മനസ്സിൽ പറയുകയാണ്, ജോസപ്പച്ചനെ ഒന്ന് കണ്ടാൽ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. ബഹുമാനപ്പെട്ട ജോസപ്പച്ചനെ കണ്ടു. അച്ഛൻ എൻ്റെ വയറിൽ കൈവച്ച് അനുഗ്രഹിച്ച് എനിക്ക് കാശ് രൂപവും തന്ന് ഞാൻ ഓപ്പറേഷത്തിന് പോയി. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് ടെസ്റ്റിന് അയച്ചു. എനിക്ക് ഒരു കുഴപ്പവുമില്ലാതെ എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെക്കപ്പിന് ചെന്നപ്പോൾ എൻ്റെ ആ യൂട്രസ് ഓവറി എടുത്ത ഭാഗത്ത് വീണ്ടും ഒരു തടുപ്പ്. അത് വീണ്ടും ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അത് ബയോപ്സിക്ക് അയച്ചു. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഞാൻ ദിവസവും എൻ്റെ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറയും. അങ്ങനെ ഞാൻ എൻ്റെ ബയോപ്സിയുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ച് ഞാൻ എന്നും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതും നോർമലാക്കി എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ 2-3 വർഷമായുള്ള എൻ്റെ പല്ലിൻ്റെ ഊന്നിന് അതികഠിനമായ വേദന. എനിക്ക് ആഹാരം കഴിക്കാൻ വയ്യ, ഒന്നും വയ്യ, ഇളകിപ്പോകുന്ന പോലെയുള്ള അതികഠിനമായ വേദനയാണ്. അങ്ങനെ ഞാൻ പല്ല് ഡോക്ടറെ അടുക്ക പോയി അവിടെ കാണിച്ചു. ഒത്തിരി ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു. അത് കഴിഞ്ഞ് അവരിൽ നിന്നും കുറവില്ലാതെ അവിടെ നിന്ന് ENT കാണിച്ചു. സൈനസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി മരുന്നുകൾ കഴിച്ചു. കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ആ അസുഖം വന്നു. അങ്ങനെ വീണ്ടും ഞാൻ ഡോക്ടറെ കണ്ടു. ഒത്തിരി മരുന്നുകളെല്ലാം കഴിച്ചു. ഒരു കുറവുമില്ല. ലാസ്റ്റിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു, ഇനിയും ഞാൻ ഒരു മരുന്നും കഴിക്കുകയെന്നില്ല. അമ്മയുടെ വിശുദ്ധമായ ഉപ്പും വിശുദ്ധ തൈലവും മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിശുദ്ധമായ ഉപ്പും വിശുദ്ധമായ തൈലവും പുരട്ടി എനിക്ക് ഇപ്പം അതിലും രോഗസൗഖ്യം തന്ന എൻ്റെ അമ്മ മാതാവും തിരുക്കുമാരനും അനുഗ്രഹിച്ചു. ഇനി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ചെറുതും വലുതുമായിട്ട് എൻ്റെ ജീവിതത്തിൽ അമ്മ തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബത്തെ മൊത്തം ഇപ്പം അമ്മ വിശ്വാസത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടുവന്ന്. എൻ്റെ ഭർത്താവ് ഇപ്പം ഉടമ്പടിയിലാണ്. ഞങ്ങളുടെ കുടുംബം മൊത്തം ഇപ്പം ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതകാലം മൊത്തം അമ്മയിലും തിരുക്കുമാരനിലും ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വീണ്ടും ഇനിയൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ വീണ്ടും ഞങ്ങളെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ സമർപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടുന്ന് മേടിച്ച് വണ്ടാനം ഹോസ്പിറ്റലുകളിലെ പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുകളിലെ എല്ലാ വീടുകളിലും കൊണ്ടുവന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എല്ലാവരോടും പറഞ്ഞ് അതെല്ലാം ഞാൻ പത്രം കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചോറ് പൊതികെട്ടി അത് കൊണ്ട് കൊടുക്കും. പിന്നെ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവർക്ക് വൃദ്ധസദനങ്ങളിൽ പോയി അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളായി വാങ്ങിച്ചു കൊടുക്കും. പൈസയായിട്ടാണേലും കൊടുക്കും. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനിയും അങ്ങനെ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. നമുക്ക് നൽകുന്ന വിജയമായാലും സൗഖ്യമായാലും എല്ലാം ക്രിസ്തുവിലൂടെയാണ് ലഭിക്കുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു നൽകുന്നത് ക്രിസ്തുവിനെയാണ്. ആരതി പരീക്ഷ എഴുതിയപ്പോൾ ആരതിക്ക് ഉറപ്പുണ്ടായിരുന്നു പരീക്ഷയിൽ തോക്കുമെന്ന്. ആ വിഷയമാണ് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ചത്. അവിടെ വിജയം ലഭിക്കുമ്പോൾ അവിടെയുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പായിട്ടാണ് വിജയം ലഭിച്ചത്. ഇത് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. നമ്മളുടെ കഴിവുകൾ പോരായ്മയായി നിൽക്കുന്ന സമയത്തും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ പിടിച്ചുയർത്തുന്നത്. ഇതാണ് ഈ സാക്ഷ്യത്തിൽ. കഴിവല്ല, ദൈവത്തിൻ്റെ കൃപയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹത്തിന് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.